നമ്പർ 1 ഇൻസ്പയർ. പ്ലസ് ടുവിൽ ഏറ്റവും ഉയർന്ന മാർക്ക് ലഭിക്കുന്ന രാജ്യത്തെ 10,000-ഓളം പേർക്ക് സയൻസിൽ ബിരുദ പഠനത്തിന് മാത്രം. തുടർന്ന് സയൻസിൽ PG പഠനത്തിനും ലഭിക്കും. വരുമാന പരിധിയോ മറ്റ് നിബന്ധനകളോ ഇല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടേതാണ് സ്കോളർഷിപ്പ്. വർഷം 80,000 രൂപ. നമ്പർ 2 ഹയർ എഡ്യൂക്കേഷൻ. പ്ലസ് 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ വരുമാന പരിധിയില്ലാതെ ഡിഗ്രി പഠനത്തിനും തുടർന്ന് PG പഠനത്തിനും. എല്ലാ ഡിഗ്രി കോഴ്സുകൾക്കും ബാധകം. 50% പൊതുവിഭാഗത്തിനും ബാക്കി 50% മറ്റു വിഭാഗക്കാർക്കുമാണ് നൽകുന്നത്. ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രി ഒന്നാം വർഷം 12,000, രണ്ടാം വർഷം 18,000, മൂന്നാം വർഷം 24,000. PG ഒന്നാം വർഷം 40,000, രണ്ടാം വർഷം 60,000 എന്നിങ്ങനെയാണ് സ്കോളർഷിപ്പ് തുക. നമ്പർ 3 പ്രതിഭ. പ്ലസ് ടുവിന് 90% മുകളിൽ മാർക്ക് നേടി ഡിഗ്രിക്ക് സയൻസ് വിഷയങ്ങളിൽ ചേരുന്നവർക്ക് അപേക്ഷിക്കാം. വരുമാന പരിധിയില്ല. ഈ സ്കോളർഷിപ്പ് ലഭിക്കുന്നവർക്ക് മറ്റ് സ്കോളർഷിപ്പ് ലഭിക്കില്ല. കേരള സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ആണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രി ഒന്നാം വർഷം 12,000, രണ്ടാം വർഷം 18,000, മൂന്നാം വർഷം 24,000. PG ഒന്നാം വർഷം 40,000, രണ്ടാം വർഷം 60,000. നമ്പർ 4 സെൻട്രൽ സെക്ടർ. പ്ലസ് 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഗ്രി കോഴ്സിനും പ്രൊഫഷണൽ കോഴ്സുകൾക്കും പഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. 50% സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്ക്. കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോ വർഷവും 1 ലക്ഷത്തോളം പേർക്ക് നൽകുന്നു. ഡിഗ്രിക്ക് എല്ലാ വർഷവും 12,000 രൂപയും PG പഠനകാലത്ത് 20,000 രൂപയും ലഭിക്കും. നമ്പർ 5 മെറിറ്റ് കം മീൻസ്. മെറിറ്റ് അടിസ്ഥാനത്തിൽ രാജ്യത്തെ ന്യൂനപക്ഷ ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ. നൽകുന്നത് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം. കേരളത്തിൽ 5,000 പേർക്ക് സ്കോളർഷിപ്പ് ലഭിക്കും. നമ്പർ 6 സ്റ്റേറ്റ് മെറിറ്റ്. പ്ലസ് 2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ബിരുദ PG പഠനത്തിന് വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ താഴെയോ ആയിരിക്കണം. സ്റ്റേറ്റ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഡിഗ്രിക്ക് വർഷത്തോറും 10,000 രൂപ, PGക്ക് 18,000 രൂപയും ലഭിക്കും. സുവർണ ജൂബിലി. BPL വിഭാഗക്കാർക്ക് മാത്രം. ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന എല്ലാ ഡിഗ്രി PG വിഷയക്കാർക്കും അപേക്ഷിക്കാം. ഓരോ സ്ഥാപനത്തിനും നിശ്ചിത എണ്ണം സ്കോളർഷിപ്പ് മാറ്റിവച്ചിരിക്കുന്നു. മെറിറ്റ് അടിസ്ഥാനത്തിൽ കേരളത്തിൽ 10,000 പേർക്ക് സ്കോളർഷിപ്പ് നൽകുന്നു. ഡയറക്ടർ ഓഫ് കോളേജ് എഡ്യൂക്കേഷൻ ആണ് സ്കോളർഷിപ്പ് നൽകുന്നത്. ഓരോ വർഷവും 10,000 രൂപ ലഭിക്കും. പോസ്റ്റ് മെട്രിക്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാത്രം. വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം. പ്ലസ് 2 ഡിഗ്രി PG PhD തുടങ്ങിയ എല്ലാ കോഴ്സുകാർക്കും അപേക്ഷിക്കാം. അംഗീകൃത അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലെ കുട്ടികളെയും പരിഗണിക്കും. സംസ്ഥാന സർക്കാരാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. മാസം തോറും 1,000 രൂപയും കോഴ്സ് ഫീസും ലഭിക്കും. വിദ്യാസമുന്നതി. മുന്നാക്ക വിഭാഗങ്ങളിലെ വാർഷിക വരുമാനം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് ഹൈസ്കൂൾ, പ്ലസ് 2, ഡിഗ്രി, PG തലങ്ങളിൽ എല്ലാ വിഷയക്കാർക്കും അപേക്ഷിക്കാം. ഡിഗ്രി തലത്തിൽ 3,000 പേർക്കും PG തലത്തിൽ 2,000 പേർക്കും സ്കോളർഷിപ്പ് നൽകും. പ്ലസ് 2 തലത്തിൽ 14,000 പേർക്കും ലഭിക്കും. ഹയർ സെക്കൻഡറി തലങ്ങളിൽ വർഷം 3,000 രൂപയും ഡിഗ്രിക്കാർക്ക് വർഷം 5,000 രൂപയും PGക്കാർക്ക് വർഷം 6,000 രൂപയും ലഭിക്കും. കേരള സ്റ്റേറ്റ് വെൽഫെയർ കോർപ്പറേഷൻ ഫോർ ഫോർവേഡ് കമ്മ്യൂണിറ്റീസ് നൽകുന്നത്. സ്നേഹപൂർവ്വം. മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്ത LP, UP, ഹൈസ്കൂൾ ക്ലാസുകാർക്ക് യഥാക്രമം 300, 500, 750 രൂപയും ഡിഗ്രി PG വിദ്യാർത്ഥികൾക്ക് 1,000 രൂപയും ഓരോ മാസവും ലഭിക്കും. മറ്റ് നിബന്ധനകൾ ഇല്ല. കേരള സർക്കാരിൻ്റെ സോഷ്യൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. മദർ തെരേസ. വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ള ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് നഴ്സിംഗ്, പാരാമെഡിക്കൽ, ഡിപ്ലോമയോ കോഴ്സുകളിൽ പഠിക്കുന്നതിന് ലഭ്യമാണ്. വർഷം 15,000 രൂപ ലഭിക്കും. മൗലാന ആസാദ്. മൗലാന ആസാദ് ഫൗണ്ടേഷൻ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട 9ാം ക്ലാസ് മുതൽ 12 വരെ പഠിക്കുന്ന വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയുള്ള
കുട്ടികൾക്ക് നൽകുന്നു. വർഷം 6000 രൂപ ലഭിക്കും. വികലാംഗർക്ക് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ അന്ധപരിത വികലാംഗ വിദ്യാർത്ഥികൾക്ക് മാത്രം. വാർഷിക വരുമാനം 2.5 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അന്ധവിദ്യാർത്ഥികൾക്ക് ഇത് 4.5 ലക്ഷം രൂപയാണ്. ഈ ഗ്രാന്റ് ലഭിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് ലഭിക്കില്ല. +2, PG, ഡിഗ്രി തലത്തിൽ ലഭ്യമാണ്. പഠനകാലത്ത് മുഴുവൻ ഫീസും ഹോസ്റ്റൽ ചെലവും ലഭിക്കും. PG ഒറ്റ പെൺകുട്ടി. PG കോഴ്സിന് ചേരുന്ന വീട്ടിലെ ഒറ്റ പെൺകുട്ടികൾക്ക് മാത്രം. സഹോദരനോ സഹോദരിയോ പാടില്ല. മറ്റു നിബന്ധനകളില്ല. UGC നൽകുന്ന സ്കോളർഷിപ്പാണിത്. വർഷം 36,200 രൂപ ലഭിക്കും. തലശ്ശേരി സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിന്ന് SSLC, +2 പരീക്ഷയിൽ മുഴുവൻ A+ നേടിയ ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വാർഷിക വരുമാനം 8 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. ഒരാൾക്ക് 10,000 രൂപ ലഭിക്കും. മെട്രിക് ഗവൺമെന്റ് അംഗീകൃത സ്കൂളിൽ 1 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം. കുടുംബ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പരീക്ഷകളിൽ 80% മാർക്ക് ലഭിച്ചിരിക്കണം. സംസ്ഥാന സർക്കാരാണ് സ്കോളർഷിപ്പ് നൽകുന്നത്. 1 മുതൽ 5 വരെ ക്ലാസുകാർക്ക് വർഷം 1000 രൂപയും 6 മുതൽ 10 വരെ ക്ലാസുകാർക്ക് 5000 രൂപയും ലഭിക്കും. CH മുഹമ്മദ് കോയ ലാറ്റിൻ പരിവർത്തിയ ക്രിസ്ത്യൻ, മുസ്ലിം വിഭാഗങ്ങളിലെ കുട്ടികൾക്ക് ഡിഗ്രി PG പഠനത്തിന് വാർഷിക വരുമാനം 6 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പഠനകാലത്ത് ഓരോ വർഷവും 5000 രൂപ ലഭിക്കും. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ സ്റ്റൈപ്പൻഡായി വർഷം 12,000 രൂപ ലഭിക്കും. ഈ ഗ്രാന്റ് പിന്നോക്ക വിഭാഗക്കാർക്കും 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള മുന്നോക്ക വിഭാഗക്കാർക്കും ഫീസ് കൺസെഷനായി നൽകുന്നത്. ഈ ഗ്രാന്റ് 2023 മുതൽ ഈ ഗ്രാന്റ് സ്കോളർഷിപ്പായി മാറ്റി. സ്കൂൾ, കോളേജ് ക്ലാസുകളിൽ ജനറൽ മെറിറ്റിൽ അഡ്മിഷൻ ലഭിക്കുന്ന എല്ലാ വിഭാഗക്കാർക്കും 1 ലക്ഷം രൂപയിൽ താഴെ വരുമാനമുള്ള മുന്നോക്ക വിഭാഗക്കാർക്കും ലഭിക്കും. ട്യൂഷൻ ഫീസ്, പരീക്ഷാ ഫീസ് തുടങ്ങിയവയാണ് ലഭിക്കുക. ഈ ഗ്രാന്റ് മേടിക്കുന്നവർക്ക് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭ്യമല്ല. KVPY അടിസ്ഥാന ശാസ്ത്ര വിഷയങ്ങളിലെ +1, +2, ഡിഗ്രി PG പഠനത്തിന് KVPY പരീക്ഷ എഴുതി പാസ്സാവണം. +2ന് 80% മാർക്കും നേടണം. മറ്റ് നിബന്ധനകളില്ല. കിഷോർ വൈജ്ഞാനിക പ്രോത്സാഹർ യോജനയാണ് പ്രൊഫഷന് നൽകുന്നത്. ഡിഗ്രി പഠനകാലത്ത് മാസം 5000 രൂപയും PG പഠനകാലത്ത് മാസം 7000 രൂപയും ലഭിക്കും. കൂടാതെ കണ്ടിജൻസി ഗ്രാന്റായി 25,000 രൂപയും ലഭിക്കും. APJ അബ്ദുൽ കലാം കേരള സ്റ്റേറ്റ് മൈനോറിറ്റി വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നൽകുന്ന ഈ സ്കോളർഷിപ്പ് ഗവൺമെന്റ് എയ്ഡഡ് പോളിടെക്നിക്കുകളിൽ 3 വർഷം ഡിപ്ലോമ കോഴ്സുകളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാണ്. വരുമാന പരിധി 8 ലക്ഷം. സ്കോളർഷിപ്പ് തുക പ്രതിവർഷം 6000 രൂപ.